ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ഒരു അടിപൊളി മാംഗോ ചീസ് കേക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. കാര്യം ഇതിൽ ചീസോ ബിസ്ക്കറ്റോ ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു സ്ട്രക്ചറിലും നമുക്ക് അടിപൊളി മാംഗോ ചീസ് കേക്ക് പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യമേ ഒരു 1/4 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 10-20 ബദാം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ചൂടാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഒരു 6 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരിക. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അന്ന് ഇതേപോലെ ഒന്ന് ആയി വരുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതേപോലത്തെ ചെറിയ ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ മോഡലിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പുഡിംഗ് ട്രേയിൽ ഉണ്ടാക്കിയാലും മതി. ഇത് 2 ടേബിൾ സ്പൂൺ വീതം ഓരോ മോഡലും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടൊരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് പനീർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പാലിൽ നിന്നും ഇങ്ങനെ പിരിഞ്ഞ് വരും കേട്ടോ, പിരിഞ്ഞ് വരും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെയധികം എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി മതി, അതുകൊണ്ട് തന്നെ 1/2 ലിറ്റർ പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കണ്ടോ ഇതേപോലെ കട്ടയായിട്ട് വരും. നമ്മളിത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഇനിയും ചൂടാറിയതിന് ശേഷം പനീറാക്കി മാറ്റിയെടുക്കും. ഇനി നമ്മൾ ഒരു വലിയ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഒരെണ്ണം ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പം ഇതേപോലെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം മധുരമുള്ള മാങ്ങയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അധികം മധുരം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഡിഷിൽ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മധുരത്തിന് പകരം നമ്മൾ തേനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. അതേപോലെ ചീസോ ക്രീമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാൽ അതേ ഒരു ടേസ്റ്റും കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ ചീസ് കേക്ക് പുഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. നമ്മൾ ബിസ്ക്കറ്റും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മാംഗോ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹങ് യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള തൈര് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമില്ലാതെ തന്നെ കിട്ടും. അതാണ് ഹങ് യോഗേർട്ട് കേട്ടോ. അതിലേക്ക് ഇനി നമുക്കൊരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ പാല്, ഒരു 3 ടേബിൾ സ്പൂൺ തേനൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിന് വേണ്ടി നമ്മൾ ഈ തേനാണ് ചേർക്കുന്നത്. ഇതേപോലെ അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതേ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് മുകളിലേക്ക് ഓരോ കയ്യിൽ വീതം നമുക്ക് ഇതേപോലെ കോരി ഒഴിക്കാം. അപ്പം ഇതേപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വേണം ഇരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹങ് യോഗേർട്ട് എടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സാധാരണ നല്ല കട്ട തൈരെടുത്ത് ഒരു കോട്ടൺ ക്ലോത്തിൽ ഇട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ട് പിഴിയുക. അതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള അതാണ് ഹങ് യോഗേർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മാങ്ങ ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പ്യൂരിയാക്കി കൊണ്ടുവരിക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അത് വീണ്ടും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മാംഗോയുടെ ആ പ്യൂരി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയ മാംഗോ കഷ്ണങ്ങളാണ് ഇതിന് മുകളിൽ വെക്കുന്നത് കേട്ടോ. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയോ എന്ത് വേണമെങ്കിലും വെക്കാം. ചെറി ഉണ്ടെങ്കിൽ ചെറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. റെഫ്രിജറേറ്ററിൽ താഴെ വെച്ചാൽ മതി. അതിന് ശേഷം കഴിക്കുക കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാം. നമ്മളിതിൽ ബിസ്ക്കറ്റോ മധുരമായിട്ട് ഷുഗറോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണ്.
കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും കഴിക്കാം, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.